ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കക്ക കൊണ്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അധികം ആരും ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ചില്ലി ഗോബി മഞ്ചൂരിയനൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ കക്ക കൊണ്ടൊരു മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിനായിട്ട് കക്ക എടുത്തിട്ടുണ്ട്. കുറച്ച് വലുപ്പമുള്ള കക്ക തന്നെയാണ് കേട്ടോ. അത് നന്നായി ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ക്ലീൻ ചെയ്ത ശേഷം കുറച്ച് നേരം ഒരു 10 മിനിറ്റ് സ്വർക്കം ഒഴിച്ചിട്ട് വയ്ക്കുക. അതിന് ശേഷം അതൊന്ന് കഴുകിയെടുത്താൽ മതി. പിന്നെ നമ്മൾ എടുക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എടുത്തിട്ടുണ്ട്. മൈദ വേണ്ടവർക്ക് എടുക്കാം. ഞാൻ അരിപ്പൊടി എടുത്തിട്ടുള്ളത്. മൈദയാകുമ്പോൾ ഒരു എന്താ പറയുക, സോഫ്റ്റ് ഉണ്ടാവും. പക്ഷേ വയറിന് അത്രയ്ക്കും നല്ലതല്ലല്ലോ, അത് കാരണം കേട്ടോ. പിന്നെ അരിപ്പൊടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും സംഭവം. അപ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലവറാണ്. ഒരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് അരിഞ്ഞതാണ്. പേസ്റ്റ് ചേർക്കേണ്ടവർക്ക് അതും ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ കയ്യിൽ ഇല്ല, പേസ്റ്റ് ആക്കിയതില്ല, അപ്പോൾ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി അടുത്തത് ചേർക്കാൻ പോണത് മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇടുന്നത്. പിന്നെ അടുത്തത് ചേർക്കുന്നത് കുരുമുളകാണ്. നമ്മളെ എരിവിന് ആവശ്യത്തിനുള്ളത് അത്ര കുരുമുളക് ചേർക്കുക. നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിൽ ഇടുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാവ് മിക്സ് ചെയ്ത ശേഷം എടുത്ത് വെച്ചിട്ടുള്ള കക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബാറ്ററായിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം കുറച്ച് നേരം വെക്കുക. പിന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് വറുത്തെടുക്കുക. വറുത്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, സാധനം പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട്. അത് കാരണം ചെറിയ തീയിൽ ഇട്ടിട്ട് വറുത്തെടുക്കുക, മൂടി വെച്ചിട്ട് വറുത്തെടുക്കുക കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, മുഖത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ. അങ്ങനെ നമ്മുടെ കക്ക റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മളൊരു പാൻ വെച്ച് ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കുക. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ തന്നെ ഓയിൽ ഒഴിക്കാൻ നല്ലത്. വെളിച്ചെണ്ണയാകുമ്പോൾ നമുക്കൊരു സ്മെല്ല് വരുമല്ലോ, വെളിച്ചെണ്ണ മണം അത് ഇതിലേക്ക് അത്രയും സ്യൂട്ടാവില്ല. അപ്പോൾ നമ്മൾ ഓയിൽ തന്നെ എടുക്കുക നല്ലത്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോള ഇട്ട് കൊടുക്കുക. അതായത് ഇതുപോലെ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. തീരെ ചെറുതാവരുത്, ഇത്രയും വലിപ്പം വേണം. പിന്നെ ഇത് ഓവർ കുക്കാവാനും പാടില്ല. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതിട്ട് കൊടുക്കാം. പേസ്റ്റ് ഉപയോഗിക്കേണ്ട കേട്ടോ. ഇതിലിങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് നല്ലത്. നന്നായി ഒന്ന് മുപ്പിച്ചെടുക്കുക. നന്നായി മുപ്പിച്ചെടുക്കുക വെച്ചാൽ ഓവർ കുക്കാവേണ്ട സബോള. നമുക്ക് വേണമെങ്കിൽ ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കുക വെച്ചാൽ ഇട്ട് കൊടുക്കുക. പക്ഷേ ഞാൻ കുരുമുളക് പൊടി ഒരുപാട് ആഡ് ചെയ്തുള്ള കാരണം ഞാൻ ഇട്ട് കൊടുക്കണില്ല. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഇത് പച്ചയാണ് ഞാൻ എടുത്തുള്ളത്. നമ്മുടെ കയ്യിൽ ഏതാ കളർ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക കേട്ടോ. അത് കുഴപ്പമില്ല, എത്ര ആഡ് ചെയ്യണതോ അത്രയും ടേസ്റ്റ് ആവുള്ളൂ. പിന്നെ നമുക്ക് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് മുപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് വെച്ചാൽ കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ടെടുക്കണം. 1 കപ്പ് വേണം കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചമുളക് ഇടുകയാണെന്ന് വെച്ചെങ്കിൽ ഈ കുരുമുളക് പൊടി ഇടണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ സോയാ സോസിൽ ഓൾറെഡി പുളിയും ഒരു ഇതും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഗ്രേവി ഓൾറെഡി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് നന്നായി ഇളക്കിയ ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കക്ക ഇട്ട് കൊടുക്കുക. ഇപ്പം തന്നെ നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടാണ്. കറക്റ്റ് സെറ്റായിട്ടുണ്ട്.
അങ്ങനെ ഈ കക്ക ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു വെറൈറ്റി ഡിഷാണ്.